Watch India's largest kids library only on Jio Hotstar. Download the app now. ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന ഓരോ ചുവടുകളും വളരെ സൂക്ഷിച്ചു വേണം എടുത്തു വെക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം വളരെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ റോഡിൽ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ തന്നെ ചില കാര്യങ്ങൾ ആലോചിച്ച് വെക്കണം. അതിവേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് കാരണം അപകടങ്ങൾ സംഭവിക്കാം എന്ന് നമ്മൾ മറന്നു പോകരുത്. എത്ര ശരിയാണ് പറയുന്നത് പത്ലു, നീ ഇത് കേട്ടില്ലേ? സൂപ്പർ സംഭവമാണ്. ഞാനും ജീവിതത്തിൽ ഇനി എല്ലാരേക്കാളും ഒരു പടി മുൻപിലേ ആലോചിക്കുകയുള്ളൂ. എപ്പോഴും സേഫായിട്ടും സെക്യൂർഡ് ആയിട്ടും ഇരിക്കും. ശരി മോട്ടു, ശരി. ഞാൻ വേസ്റ്റ് കൊണ്ട് ഡസ്റ്റ്ബിനിലിട്ടിട്ട് വരാം മോട്ടു. ഓക്കേ? പത്ലു ചപ്പും ചവറും ഇടാതെ പുറത്തു പോയിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഒരു പടി മുൻപിലേക്കൊന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്താ സംഭവിക്കാൻ നോക്കാലോ. വാതില് തുറന്നിരിക്കുന്നു, പുറത്താകട്ടെ നല്ല ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. പത്ലു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഈ വീട് വൃത്തിയാക്കിയത്. എന്നാൽ ഈ കാറ്റ് കാരണമോ വീടിനകത്ത് വീണ്ടും ചപ്പും ചവറുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പത്ലുവിന്റെ കഷ്ടപ്പാടുകൾ വെറുതെ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വാതിൽ അടയ്ക്കാൻ പോവുകയാണ്. മോട്ടു, കഥക് തുറക്ക്. സോറി പത്ലു, ഞാൻ കുറച്ച് മുൻകൂട്ടി ചിന്തിച്ചതായിരുന്നു. നിന്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവാതിരിക്കാൻ, ഈ വീട് വൃത്തികേടാവാതിരിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ആ വാതിൽ അടച്ചത്. മനസ്സിലായോ? വെരി സോറി. വരൂ, തുറച്ചു നോക്കണ്ട ദേഷ്യം കുറയ്ക്കൂ. ഞാൻ നിനക്കിപ്പോ കുറെ സമൂസകൾ വാങ്ങിച്ചു തരാം. വരൂ, വേഗം വരൂ. അല്ല പത്ലു, ആ കാറുകാരനെ കണ്ടില്ല എത്ര സ്പീഡിലാ പോകുന്നതെന്ന്? ഞാനൊന്ന് മുൻകൂട്ടി ചിന്തിച്ചു നോക്കട്ടെ, ആ കാറുകാരന് എന്താ പറ്റുകയെന്ന്. പത്ലു, നമുക്ക് ആ കാർ ഡ്രൈവറിനെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. വരൂ, വേഗത്തിലിരിക്കൂ, വേഗത്തില്. അതേ മോട്ടു, ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇരിക്കാനുള്ള സമയമൊന്നും ഇല്ല. മോട്ടു, ബൈക്കൊന്ന് നിർത്ത്. ഇല്ല പത്ലു, എനിക്ക് ഈ കാറുകാരനെ ആക്സിഡന്റിൽ നിന്നും രക്ഷിക്കണം. എന്റെ അമ്മ! പുട്ട്, കടല, പഴംപൊരി. എന്റെ അമ്മോ, ആരെങ്കിലും രക്ഷിക്കണേ. അല്ല, ഇത് ചിങ്കം സാറിന്റെ ശബ്ദമാണല്ലോ. സാറേ, നിങ്ങൾ എവിടെയാ ഉള്ളത്? മുൻപിലേക്ക് വരൂ. ആരുടെയോ ജീവൻ അപകടത്തിലാണ്. ഹെൽപ്പ് വേണം. ഇവിടെ ഉണ്ടോ? കണ്ടില്ലേ, ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. എന്റെ അമ്മോ, മോട്ടു, ഞാനാണ് ഇൻസ്പെക്ടർ ചിങ്കം. താരെന്താ എന്റെ വഴിയിൽ കേറി വന്നത്? ചിങ്കം സാറ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് താടിയും മീശയൊക്കെ വെച്ച് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത്? അത് പിന്നെ ഞാനൊരു വലിയ കൊള്ളക്കൂട്ടത്തിനെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ പരിശ്രമം നടത്തിയിരുന്നത്. നീ അത് കൊളമാക്കി. ഇപ്പൊ അവന്മാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു. സോറി ചിങ്കം സാറ്, ഞാൻ നിന്റെ ഒരടി തെറ്റിയതുകൊണ്ട് ഞാനിപ്പോ 10 അടി പുറകെ പോയിരിക്കുകയാണ്. ഐ വാൺ യു, ഇനി ഒരിക്കലും നീ എന്റെ വഴിയിൽ കേറി വരരുത്. എന്റെ പത്ലു, നീ ചിങ്കം സാറിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. അല്ല പത്ലു നീ എവിടെയാ ഉള്ളത്? പത്ലു, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ ഉണ്ടാവണ്ടേ? അത് കള. സോറി പത്ലു, നീ എന്നോടൊന്ന് ക്ഷമിച്ച് കള. പത്ലു, നീ അവിടെ നിൽക്കുന്ന ആ മനുഷ്യനെ ശ്രദ്ധിച്ചോ? എനിക്കെന്തോ കാണുമ്പോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു. അല്ലേ പത്ലു? അതുകൊണ്ടെന്താ? അതിനെന്താന്നോ, എനിക്കിതൊന്ന് മുൻകൂട്ടി ചിന്തിച്ചേ പറ്റൂ. രാത്രിയായാലും ഈ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിക്കുവാനുള്ള ഏർപ്പാടാണ് ഇതൊക്കെ. അതുകൊണ്ട് തീർച്ചയായും ഞാൻ അവന്റെ പുറകിൽ തന്നെ ഉണ്ടാകും. ഇവനെങ്ങാനും മോഷ്ടിക്കാൻ കൈവച്ചാലുണ്ടല്ലോ, ഞാൻ അവനെ അപ്പത്തന്നെ പിടിച്ചിരിക്കും. മോട്ടു, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ആലോചിക്കുന്നത് കാരണം ചിങ്കം സാർ നിനക്ക് ഓൾറെഡി ഒരു വാർണിംഗ് തന്നിട്ടുള്ളതാ, അല്ലേ? ഞാൻ എന്നാൽ പോവുകയാണ്.
പഴംപൊരി, പുട്ട്, കടല, എന്നെ തല്ലല്ലേ തല്ലല്ലേ. ചിങ്കം സാർ എവിടെയാണുള്ളത്? വേഗം ഇങ്ങോട്ട് വരൂ. ഞാനിവിടെ മോഷ്ടിക്കാനുള്ള കള്ളനെ പിടിച്ചു. എടോ ആരെങ്കിലും ഒന്നാ ലൈറ്റ് ഇടൂ. എന്റെ അമ്മോ. ചിങ്കം സാറ് നിങ്ങളോ? അല്ല സാറേ, വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേഷം മാറി നടക്കുന്നത്? അത് പിന്നെ എടോ മോട്ടു, ഞാനൊരു കള്ളനെ പിടിക്കാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ അശ്രദ്ധക്കുറവ് കാരണം അവനിപ്പോ എല്ലാം മോഷ്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു പോയല്ലോ. എന്റെ ഡാഡി. സോറി ചിങ്കം സാർ, വെരി സോറി. ഞാൻ മുൻകൂട്ടി ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങളെ പിടിക്കേണ്ടി വന്നത്. എന്റെ അമ്മോ, വീണ്ടും എന്നെ കള്ളനാക്കിയല്ലേ? കോൺസ്റ്റബിൾസ്, മോട്ടുവിനെ പിടിച്ച് ജയിലിലിടൂ. ഒറിജിനൽ കള്ളനെ ഞാൻ പിടിക്കുന്നത് വരെ മോട്ടുവിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? മോട്ടു നിക്ക്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല പത്ലു, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാ ചിങ്കം സാർ എന്നെ പിടിച്ച് ജയിലിലിടും. മോട്ടു ഇവിടെ ഞാൻ മുൻകൂട്ടി ചിന്തിച്ചു നോക്കുമ്പോൾ ഇവൻ തന്നെ ആയിരിക്കണം അവിടെ മോഷ്ടിച്ച ആ കള്ളൻ. മാത്രമല്ല അവൻ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലുമായിരിക്കണം. ഞാൻ അവനെ ഇപ്പൊ തന്നെ പിടിക്കുന്നതാണ്. എന്നിട്ട് ചിങ്കം സാറിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. നിക്കൂ മോട്ടോ, നിക്കൂ. ഇനി ഈ കള്ളന്റെ ഗെറ്റപ്പിൽ ചിങ്കം സാറോ മറ്റോ ആണെങ്കിൽ ഇതിനുശേഷം പിന്നെ അയാൾ എന്നെ ഫുർഫുറി നഗരത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. അതെ അതെ ചിങ്കം സാർ, ഇപ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉറപ്പ്, ഞാൻ പ്രോമിസ് തരുന്നു. ഇനി യാതൊരു പ്രശ്നവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇപ്രാവശ്യം യാതൊരു തെറ്റും സംഭവിക്കില്ല സാർ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് ആ കള്ളനെ ഇടിച്ച് പരിപ്പെടുക്കണം സാറേ. താങ്ക് യു. നിങ്ങൾ എന്റെ പുറകെ തന്നെ നിന്നാ മതി. ചിങ്കം സാർ, ആ കള്ളനെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്ററാണ് വന്നിട്ടുള്ളത്. അവൻ അതിലിരുന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇല്ലല്ല മോട്ടു, ആ ഹെലികോപ്റ്റർ ഞാനാണ് വരുത്തിച്ചത്. ഞാൻ ഹെലികോപ്റ്ററിൽ പോയിട്ട് പൊക്കത്ത് നിന്ന് എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ താഴത്ത് നിന്ന് കള്ളൻ എവിടെ പോയെന്ന് നോക്ക്. എങ്ങനെയെങ്കിലും ആ കള്ളനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടാതെ നമുക്ക് നോക്കാം. പിന്നെ അവന് നമ്മുടെ അടുത്തുനിന്ന് ഒരിക്കലും മോചനമേ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അടിപൊളി പ്ലാനാണല്ലോ സാറേ. ശരി, എങ്കിൽ നമുക്ക് തുടങ്ങാം. വരൂ. ചിങ്കം സാർ, ഇന്ന് നിങ്ങൾ യൂണിഫോമിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. എന്താ ഒരു പുതിയ ഗെറ്റപ്പ് ഒന്നും ഇല്ലാത്തത്? അത് പിന്നെ പോലീസ് യൂണിഫോം ഞാൻ ഇട്ടില്ലെങ്കിൽ ആ പൊട്ടൻ മോട്ടു വെറുതെ എന്നെ പിടിച്ച് അറ്റാക്ക് ചെയ്യും. എന്റെ അമ്മോ. മോട്ടു അവനെ വിടല്ലേ. അവനാണ് ശരിക്കുള്ള കള്ളൻ. അവൻ രക്ഷപ്പെട്ടു പോകരുത്. സാർ, ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി മുൻകൂട്ടി ചിന്തിച്ചപ്പോൾ താഴെയുള്ള കള്ളൻ നിങ്ങളുടെ കറ്റപ്പെട്ടാണ് എന്നെ വന്ന് പറ്റിക്കാൻ നോക്കുന്നത്. അതെ, പക്ഷേ എനിക്ക് നിങ്ങളിൽ യാതൊരു സംശയമില്ല സാറേ. നിങ്ങൾ പൊയ്ക്കോളൂ. ബൈ. സബാഷ് മോട്ടു, നിന്റെ കഴിവും തന്നെയുടെ ഒക്കെ കണ്ടിട്ട് എനിക്കൊരു സല്യൂട്ട് തരാൻ തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ കള്ളനെ ഓടിപ്പോവാതെ പിടിക്കാൻ നോക്ക്. സാർ, ഇനി ഞാൻ ആ കള്ളനെ ഇടിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാ കള്ളന്മാരും നന്നാവണം സാറേ. എടാ കരിങ്കള്ള. എന്റെ അമ്മ മോട്ടു എന്നെ വിട്. ഞാനിപ്പോ പുതിയ ഗെറ്റപ്പിലൊന്നല്ല വന്നിരിക്കുന്നത്. ഐ ആം ഇൻസ്പെക്ടർ ചിങ്കം. പ്ലീസ് എന്നെ വിശ്വസിക്കൂ. എടാ കാട്ടുകള്ള, നീ ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ വേഷം ഇട്ടോണ്ട് വന്ന് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? പറ, എങ്കിലല്ലേ നിനക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നിന്നെ കാണാനും ശരിക്കും ചിങ്കം സാറിനെ പോലെ ഉണ്ടടോ. മോട്ടു വിട്ടേക്ക്, ഇതാണ് നമ്മുടെ റിയൽ ചിങ്കം സാർ. ഇല്ല പത്ലു, ചിങ്കം സാറിനെ ഞാൻ ഇപ്പോഴാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ഇരുത്തി രക്ഷപ്പെടുത്തുന്നത്. എന്റെ പത്ലു, അയാള് വീണ്ടും പുതിയൊരു ഗെറ്റപ്പിലാണ് ഇപ്പോഴുള്ളത്. ചാർജ്. അല്ല, ചിങ്കം സാറ് വെടിവെക്കുമ്പോഴാണല്ലോ തേങ്ങ വീഴുക. എന്ന് വെച്ചാൽ ഇതാണോ ശരിക്കുള്ള ചിങ്കം സാറ്? മോട്ടു, ഇത് 100% നമ്മുടെ ചിങ്കം സാർ തന്നെയാണ്. സോറി ചിങ്കം സാറ്, ഞാൻ ഇവിടെ ഒന്നും അറിയാതെ മുൻകൂട്ടി ചിന്തിച്ചു പോയതാണ്. നിങ്ങളാണ് കള്ളെന്ന് കരുതിയിട്ട് അറിയാതെ നിങ്ങളെ പിടിച്ച് ഇടിക്കേണ്ടി വന്നു പോയതാ.
എന്റെ അമ്മോ, തന്റെ ഒരു മുടിഞ്ഞ ചിന്ത കാരണം ഒരടിയിൽ കള്ളനെ പിടിക്കുന്ന ഞാൻ ഇപ്പൊ 1000 അടി പുറകെയാണ് നിൽക്കുന്നത്. ആ കള്ളൻ പറന്നു പോകുന്നത് കണ്ടില്ലേ? കാട്ടുകള്ളൻ ഹെലികോപ്റ്ററിൽ തന്നെ. പത്തുലു, നമ്മൾ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഒന്ന് വേഗമാവട്ടെ. സമൂസ കഴിക്ക്, എന്നിട്ട് ആലോചിക്ക്. എടാ കാട്ടുകള്ള, എടാ കള്ള, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? ഇന്നോ ഇന്നോ എന്റെ അമ്മ മോട്ടു, താൻ എനിക്ക് സത്യം ചെയ്യണം. ഇനി താൻ ഒരിക്കലും ഒരടി മുന്നോട്ട് വന്ന് ആലോചിക്കാൻ പാടില്ല എന്ന്. Watch India's largest kids library only on Geo Hotstar. Download the app now.